അത് ഞാൻ ജലാൽ മേഘ്നസ് ആണ്. ഇന്ന് നമ്മുടെ സ്വർഗവാതിൽ എന്ന് പറയുന്ന കേരളം മൊത്തമുള്ള ആളുകൾ വാട്സപ്പിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ ഒരു പ്രോഗ്രാം കുണ്ടോട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞപ്പം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയാണ് അവിടെ ഉദ്ഘാടകനായിട്ട് എത്തിയത്. അവരെയൊക്കെ കണ്ടത് അവിടുന്ന് പ്രോഗ്രാമും കുറച്ച് തമാശയും മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്തൊരു പ്രിയപ്പെട്ട കലാകാരനും ഈ സംഘടനയിലുള്ള ഒരു സുഹൃത്തും വന്നിട്ട് എനിക്കൊരു ചാൻസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം പരിപാടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയപ്പം വീണ്ടും ഞാൻ തിരിച്ച് ആ ചാൻസ് ചോദിച്ച ആ സഹോദരനെ പുറത്തേക്ക് വിളിച്ചിട്ട് ഒരു വീഡിയോ സെൽഫി എടുക്കാണ്. അവന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാണ്. അവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. പേരെന്തായിരുന്നു? അജ്മൽ ആണ്. അജ്മലിന് എൻ്റെ കൂടെ പാടണം, സ്റ്റേജിൽ കയറണം എന്നുള്ള ആഗ്രഹം പരിപാടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അജ്മലിന്റെ പാട്ട് നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അജ്മൽ ഏതാ പാടുന്നത്? എഫ്സി പാടിയ കൊടി എന്നുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. അജ്മലിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പാട്ടൊക്കെ പാടാൻ. ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും എന്താ പറയാ വേദികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അജ്മലിന് അവസരങ്ങൾ കൊടുക്കണം. അതവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഡെബ്ജി പാടിയ മലർക്കൊടിയെ മലക്കൊടിയേ ഞാനെന്നും ഉലയരികിൽ പോയെന്നും വളർന്നുവരും മുൻപുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുഭഗം കണ്ട്. എല്ലാവർക്കും കൂടെ പാടിക്കൂടെ? മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ട്. നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ? സ്വപ്ന കന്യകയാണോ? അവളുടെ പുഞ്ചിരിയാലേ എന്നോട് തളിത്തടരുന്നേ. മലർക്കൊടിയേ ഞാനെന്ന് പുഴയരികിൽ പോയെന്ന് വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ട്. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർഗവും കണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും ഈ ഒരു ആഗ്രഹം സാധിച്ചില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി എന്താ പറയാനുള്ളത്? എവിടെ സ്ഥലം പറഞ്ഞു തുടങ്ങി? എന്റെ സ്ഥലം മണ്ണാർക്കാടാണ്. പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ എനിക്ക് വളരെ താങ്ക്സ്. ഞാൻ പെട്ടെന്ന് കേറിയപ്പോഴാണ് ഈ കാക്കനെ കണ്ടത്. അപ്പൊ എന്താ നിങ്ങൾ പ്രതീക്ഷ കിട്ടിയില്ല, എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. ഇനി ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എല്ലാവരും ഓർക്കും ചെയ്യും. ഒരുപാട് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ജലാലാണ് വന്നിട്ടുള്ളത്. ഞാൻ അബ്ബാസ് അലി മങ്കട സ്വർഗവാതിലിന്റെ അങ്ങനെ നിരവധി കൂട്ടായ്മയുടെ അഡ്മിനാണ്. ചാരിറ്റി മേഖലയിൽ എല്ലാവരും അവഗണിച്ചിരുന്നതായിരുന്നു അജ്മലിനെ. അപ്പം നമ്മുടെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഗായകൻ ജലാല് അദ്ദേഹത്തെ ചേർത്ത് വെച്ചു. അദ്ദേഹത്തെ കേരളക്കരെ അറിയേണ്ട കല്ലായിയിലൊരു പെണ്ണുണ്ട് എന്നുള്ള ആ പാട്ടിലൂടെ കേരളക്കരെ അറിയുന്ന ജലാലായിരുന്നു നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ. അദ്ദേഹം തന്നെ എല്ലാവരും അവഗണിച്ച അജ്മലിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വർഗവാതിലിന് വേണ്ടി എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അൽഹംദുലില്ലാ. എന്തായാലും എല്ലാവരുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്ന അജ്മലിനെ നിങ്ങൾ എല്ലാവരും കൂടെ മാഷാ അല്ലാഹ് അവന്റെ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിക്കണം, ചേർത്ത് പിടിക്കണം ഇൻഷാ അല്ലാഹ്.